ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സാംസങ്ങിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള ഫോണുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിംഗർ പ്രിൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും. ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ അൺലോക്ക് ആവണമെന്നില്ല. ചില സമയത്ത് ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നൈസ് ചെയ്യില്ല, ചില സമയത്ത് കുറേ സ്ലോ ആയിട്ട് തുറക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് വീഡിയോയിൽ 4 ട്രിക്സാണ് പറയാൻ പോകുന്നത്. ഇതിലെ 3 ട്രിക്സ് ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളിലും വർക്ക് ചെയ്യുന്നതും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 4ാമത്തെ ട്രിക്ക് സാംസങ്ങിൻ്റെ ഫോണുകളിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അത് അധിക പേർക്കും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ലാത്ത ട്രിക്കാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് 2-3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അത് ഒരു പ്രാവശ്യം കൂടെ ആഡ് ഫിംഗർ പ്രിൻറ്റ് എന്നെടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആവും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയിട്ട് ടച്ച് സെൻസിറ്റിവിറ്റി എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രീൻ ട്രാൻസിഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ജസ്റ്റ് സ്ക്രീൻ ട്രാൻസിഷൻ എന്ന് സെർച്ച് ചെയ്തിട്ട് അത് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. സാംസങ്ങിൻ്റെ ഫോണുകളിലാണെങ്കിൽ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ പോയിട്ട് ബയോമെട്രിക് പ്രിഫറൻസ് എന്നെടുത്താൽ സ്ക്രീൻ ട്രാൻസിഷൻ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇനി ഇതുവരെ പറഞ്ഞത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ളതും അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമായിരിക്കും. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളിലും വർക്ക് ചെയ്യുന്നതുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണിലെ സെറ്റിങ്സിൽ പോകുക, ഇവിടെ ആപ്സ് എന്ന് എടുക്കുക. അതെടുക്കുന്ന സമയത്ത് ഇവിടെ 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പെഷ്യൽ ആക്സസ് എന്നത് സെലക്ട് ചെയ്യുക. ഒപ്റ്റിമസ് ബാറ്ററി യൂസേജ് എന്ന് ആദ്യമായിട്ട് തന്നെ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത് ഇവിടെ ഈ ഓപ്ഷനിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് com.samsung.android.biometrics എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാംസങ്ങിൻ്റെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.